രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കിയെന്നും കോൺഗ്രസിനെ വെള്ളത്തിലാക്കിയെന്നും അഭിമാനിക്കുന്ന CPM-ന് അങ്ങ് ഡൽഹിയിൽ നിന്നും പുതിയ കുരുക്ക് വരികയാണ്. സംസ്ഥാന മന്ത്രിമാരുടെയും നേതാക്കളുടെയും കള്ളപ്പണ വിദേശത്ത് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന ചോദ്യമാണ് ഡൽഹിയിൽ നിന്നും ഉയരുന്നത്. കൗതുകകരമായ ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയാണ് താനും. സംസ്ഥാന മന്ത്രിമാരുടെയും മറ്റ് പ്രമുഖരുടെയും വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഒരാൾ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ പട്ടിക മുദ്രവെച്ച കവറിൽ നൽകാമെന്നാണ് ഹൈക്കോടതിക്ക് മുന്നിലെ വാഗ്ദാനം. ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദാണ് കേരളം ഞെട്ടാൻ പോകുന്ന ചോദ്യവുമായി ഡൽഹി ഹൈക്കോടതിയിലെത്തിയത്. മുഹമ്മദ് ഷർഷാദ് മലയാളികൾക്ക് പരിചിതമാണ്. അദ്ദേഹമാണ് CPM UK ഘടകം ഭാരവാഹിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM PBക്ക് കത്ത് നൽകിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കിഫ്ബിയുടെ 2000 കോടിയുടെ മസാല ബോണ്ട് ഇടപാടിൽ കിങ് പിൻ ആയി ഈ പ്രവർത്തിച്ചത് ലണ്ടനിലെ വ്യക്തിയാണ് എന്നാണ് ചെന്നൈ വ്യവസായി ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത്. നേതാക്കളുടെ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ ഇടനിലക്കാരനായ ഇയാളുടെ കുറ്റകൃത്യങ്ങളുടെ വിവരം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും ഷർഷാദ് ഹൈക്കോടതിയിൽ എഴുതി നൽകി. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഉൾപ്പെടെ ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു. നിയമവിരുദ്ധമായ ഈ ഇടപാടിൽ കിങ് പിൻ ആയി പ്രവർത്തിച്ചത് ലണ്ടനിലെ വ്യക്തിയാണെന്നാണ് ഷർഷാദിന്റെ ആരോപണം. CPM-ന്റെ ലണ്ടൻ പ്രതിനിധി രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് മുഹമ്മദ് ഷർഷാദ് അതിഗൗരവമുള്ള ആരോപണം എഴുതി നൽകിയത്. ആശ്രിത വിസയിൽ UK-യിലെത്തി 2016 വരെ വെറും ബെഡ് സ്പെയിൻ താമസിച്ചിരുന്ന വ്യക്തി 2018 ആയപ്പോഴേക്കും അവിടെ 2.6 ലക്ഷം ബ്രിട്ടീഷ് പൗണ്ടിന്റെ വസ്തു സ്വന്തമാക്കിയെന്ന് മാത്രമല്ല മറ്റ് നിക്ഷേപങ്ങളും നടത്തി. സ്ഥിരം ജോലിയില്ലാത്ത ഇയാൾ രാഷ്ട്രീയ ഇടനിലയും രാഷ്ട്രീയ നേതാക്കളെയും കള്ളപ്പണം കൈകാര്യം ചെയ്യലും വിദേശത്ത് നിന്ന് കള്ളപ്പണം കൊണ്ടുവന്ന സിനിമകളിൽ നിക്ഷേപിക്കലുമാണ് ചെയ്യുന്നത് എന്ന് ഷർഷാദ് ആരോപിച്ചിരുന്നു. ലണ്ടനിലെ വ്യക്തിക്കെതിരെ NIA ഇന്റർപോൾ അന്വേഷണത്തിനായി താൻ നടപടിയെടുത്തു വരികയാണ്. സംസ്ഥാന മന്ത്രിമാരുടെയും മറ്റ് പ്രമുഖരുടെയും വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഇയാൾ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ പട്ടികയും മുദ്രവെച്ച കവറിൽ നൽകാമെന്ന് ഷർഷാദ് ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ UK-യിലെ വ്യക്തി ആരെന്ന് മാത്രം ഷർഷാദ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് CPM നേതാക്കളുടെ വിശ്വസ്തനായ രാജേഷ് കൃഷ്ണയാണ് എന്ന് ഷർഷാദ് പറയാതെ പറഞ്ഞു തരും. ലണ്ടനിലെ പാർട്ടിയും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM പൊളിറ്റിക്കൽ ബ്യൂറോയ്ക്ക് മാത്രമാണ് താൻ കത്ത് നൽകിയത് എന്നും അത് എല്ലാ ഘടകത്തിലും രഹസ്യ ആശയവിനിമയമായിരുന്നു എന്നും മുഹമ്മദ് ഷർഷാദ് ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കത്ത് പുറത്തായതിൽ തനിക്ക് ഒരു പങ്കുമില്ല. 2022 ജൂൺ 7-ന് അയച്ച കത്ത് 2 വർഷവും 9 മാസവും കഴിഞ്ഞ് പുറത്തു വന്നതിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 11 കോടിയുടെ മാനനഷ്ട കേസ് നൽകാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ഷർഷാദ് അറിയിച്ചു. കേസ് ജനുവരി 15-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CPM UK ഘടകം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് PB അംഗം അശോക് ദാവളയ്ക്കും നൽകിയ കത്ത് ചോർന്നത് രാഷ്ട്രീയ വിവാദമായി കത്തി പടർന്നിരുന്നു. CPM-ലെ പ്രധാന നേതാക്കൾക്കും മേൽ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വ്യവസായി കത്തു നൽകിയത്. അസംബന്ധമെന്നായിരുന്നു വിവാദങ്ങളെ കുറിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. മധുരയിൽ ഈ വർഷം നടന്ന പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് നൽകിയ മാനനഷ്ട ഹർജിയിലാണ് PBക്കുള്ള ഷർഷാദിന്റെ കത്ത് ഇടം പിടിച്ചതും അതുവഴി പുറത്തു വന്നതും. രാജേഷിന്റെ സുഹൃത്തും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനുമായ ശ്യാംജിത്താണ് കത്ത് ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി ഷർഷാദ് രംഗത്ത് വന്നതോടുകൂടി CPM നേതൃത്വവും കടുത്ത പ്രതിസന്ധിയിലായി. മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പുറത്താക്കപ്പെട്ടപ്പോഴാണ് രാജേഷ് കൃഷ്ണ വാർത്തകളിൽ നിറഞ്ഞത്. UK-യിലെ CPM അനുകൂല സംഘടനയായ AICയെ പ്രതിനിധീകരിച്ചാണ് രാജേഷ് പാർട്ടി കോൺഗ്രസിൽ എത്തിയതെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചയക്കുകയായിരുന്നു. മുൻപ് യൂട്യൂബ് ചാനൽ ഉടമയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് രാജേഷ് ആരോപണ വിധേയനായിരുന്നു. പത്തനംതിട്ട വാര്യപുരം സ്വദേശിയായ രാജേഷ് SFIയിൽ പ്രവർത്തിച്ചിരുന്നു. CPM അനുകൂല ചാനലിൽ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകനായിരുന്നു. ലണ്ടനിൽ വ്യവസായിയായ രാജേഷ് പുഴു, ഇന്ത്യക്കൊരു പ്രേമമുണ്ടായിരുന്നു തുടങ്ങിയ സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിരുന്നു. ലണ്ടനിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്കുള്ള യാത്രാനുഭവമായി ലണ്ടൻ ടു കേരള എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ചില തടസ്സങ്ങൾ കാരണം ഈ യാത്ര മുടങ്ങിയതിനെ കുറിച്ചും ഷർഷാദ് പാർട്ടിക്ക് നൽകിയ കത്തിലുണ്ട്. രാജേഷിന്റെ ഭാര്യയും ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്.
രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ബി മുഹമ്മദ് ഷർഷാദ് CPM നേതൃത്വത്തിന് നൽകിയ കത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി മുതൽ സാമ്പത്തിക തിരിമറി വരെയുള്ള ആരോപണങ്ങളുണ്ട്. രാജേഷുമായി അടുത്ത് പ്രവർത്തിച്ചതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് വ്യവസായി ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ. CPM നേതാക്കളും മന്ത്രിമാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് കത്തിലുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണ് എന്ന തരത്തിലും ചർച്ചകൾ ഉയരുന്നുണ്ട്. CPM PBയിൽ ലഭിച്ച മുഹമ്മദ് ഷർഷാദ് കത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണ മാനനഷ്ട കേസ് നൽകിയത്. പാർട്ടി ആസ്ഥാനം ഡൽഹിയാണെന്നതിനാലാണ് ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയതെന്നാണ് വിശദീകരണം. ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് മുഖേനയാണ് കോടതിയെ സമീപിച്ചത്. ഏതാനും വർഷം മുമ്പ് CPMന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നും ഡൽഹി ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപേക്ഷ നൽകിയത് ജോജോ ജോസ് ആയിരുന്നു. തെറ്റായ വിവരങ്ങൾ നൽകിയാണ് CPM രജിസ്ട്രേഷൻ നേടിയതെന്നായിരുന്നു ആരോപണം. CPM ലംഘിച്ചത് വിദേശ നാണ്യ വിനിമയ ചട്ടമാണ്. ചട്ടം ലംഘിച്ചെന്ന പ്രഥമ ദൃഷ്ടിയ വെളിവാക്കുന്നതാണ് CPMനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. CPMലെ ഫണ്ട് വരവിനെ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു, പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം വന്ന ഫണ്ടുകൾ. ഇതോടെ AKG ഭവനിൽ ED അന്വേഷണം നടത്താൻ പോവുകയാണെന്നും എതിർകക്ഷികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വകവരുത്തുകയാണ് എന്നും CPM മുറവിളി കൂട്ടി. എന്നാൽ ഇപ്പോൾ മുറവിളികൾക്കൊന്നും പ്രസക്തിയില്ലാതാക്കിക്കൊണ്ട് CPMന്റെ കൊടും അഴിമതികൾ ഒരു സഖാവ് വഴി തന്നെ ദില്ലി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ലഭിച്ചാൽ കേന്ദ്രത്തിന് സുഗമമായി അന്വേഷണം ആരംഭിക്കാം. വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ വി മുഹമ്മദ് ഷർഷാദ് CPM കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്താണ് കറങ്ങിത്തിരിഞ്ഞ ഹൈക്കോടതിയിലെത്തിയത്. കത്തിലെ ആദ്യ വരി മുതൽ അവസാന വരി വരെ സാമ്പത്തിക തിരിമറിയെ കുറിച്ചുള്ള കഥകളാണ് ഉള്ളത്. രാജേഷുമായി അടുത്തു പ്രവർത്തിച്ചതിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കത്തിലുള്ളതെന്ന വ്യവസായിയായ ഷർഷാദ് പറയുന്നു. പാർട്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം പക്ഷേ ഇക്കാര്യത്തിൽ മൗനം പുലർത്തുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെതിരെ ഇതിനു മുൻപും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായ സമയത്ത് സംഭവിച്ചതുപോലെ അവരവർ തന്നെ നേരിടട്ടെ എന്നുമാണ് പാർട്ടി നേതാക്കളുടെ നിലപാട്. ചുരുക്കത്തിൽ തകർത്തത് ഗോവിന്ദൻ മാഷിന്റെ ഇമേജാണ്. 2018 താനും കുടുംബാംഗങ്ങളും ഡൽഹി സന്ദർശിച്ചപ്പോൾ പാർലമെന്റ് സന്ദർശിക്കുന്നതിന് പാസ് ലഭിക്കാൻ വേണ്ടി ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാംജിത്തിനെ ബന്ധപ്പെട്ടു എന്നാണ് ഷർഷാദിന്റെ കത്തിലുള്ളത്. ഷ്യാമിന്റെ നിർദ്ദേശപ്രകാരം രാജേഷിനെ വിളിച്ചു. MP ആയിരുന്ന PK ബിജുവിന്റെ ഓഫീസ് വഴി രാജേഷ് പാസ് ലഭ്യമാക്കി. MV ഗോവിന്ദന്റെ വിശ്വസ്തനാണ് ബിജു. സ്വകാര്യ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ നേരിട്ടപ്പോഴും രാജേഷിന്റെ സഹായം തേടി. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നേരിട്ട് ബാങ്കിൽ വിളിച്ചാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കാൻ ധനമന്ത്രി നേരിട്ട് വിളിച്ചതിന് മിറക്കിൾ എന്നാണ് ബാങ്ക് അധികൃതർ വിശേഷിപ്പിച്ചത്. പിന്നീട് മസാല ബോർഡുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് മുഖ്യമന്ത്രിയും ധനമന്ത്രി ഐസക്കും ലണ്ടനിൽ എത്തി. അപ്പോഴും രാജേഷ് ഒപ്പമുണ്ടായിരുന്നു.